കൊച്ചിനെ കൊണ്ട് ഒരുപാട് ജോലിയൊന്നും ചെയ്യിക്കലല്ലേക്കെ. കുഞ്ഞിലെ അവൾ ചിരിച്ചും കളിച്ചും പഠിച്ചും നടക്കേണ്ട പ്രായം. എൻ്റെ കുഞ്ഞിന് കുഞ്ഞിച്ചക്കൻ്റെ തുണി കഴുകുന്നത് എനിക്ക് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. ഉമ്മർത്തിരുന്ന് എന്തോ എഴുതി പഠിക്കുകയായിരുന്ന അമ്മൂട്ടിയെ നോക്കി വിഷമത്തിൽ വിലാസിനി പറഞ്ഞു, എൻ്റെ അമ്മേ, ഞാൻ പറഞ്ഞിട്ടല്ല അവൾ ആ തുണികൾ കഴുകാനും വിരിക്കാനും ഒക്കെ കൂടിയത്. അവളായിട്ട് വന്ന് ചെയ്യുന്നതാണ്, ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാണ്. അന്നേരം പറഞ്ഞത് എന്താണെന്നറിയോ, എൻ്റെ കുഞ്ഞിച്ചക്കൻ്റെ തുണികളല്ലേന്ന്. അച്ചൂട്ടിക്ക് എന്തോ പറഞ്ഞു കൊടുക്കുന്നവളെ നോക്കി വാത്സല്യത്തോടെ രേഖ പറഞ്ഞു, നല്ലൊരു മോളാണ് അവൾ, ആരും കൊതിക്കും ഇതുപോലൊരു പെൺകുട്ടി. പക്ഷെ അതിനെ പെറ്റവൾക്ക് അതിൻ്റെ വില അറിയില്ല. ശ്രീകുട്ടി എപ്പോഴും പറയും രണ്ടാളെയും പറ്റി ടീച്ചർമാർക്കൊക്കെ നല്ല അഭിപ്രായമാണ്, പ്രത്യേകിച്ച് അമ്മൂട്ടിയെ പറ്റി. പഠിക്കാനാണെങ്കിൽ രണ്ടാൾക്ക് നല്ല കഴിവാണെന്നൊക്കെ. വിലാസിനി കൊച്ചുമക്കളെക്കുറിച്ച് അഭിമാനത്തോടെ പറഞ്ഞു. പഠിക്കാൻ ബാലു മോശമായിരുന്നു അമ്മ, നല്ലോണം പഠിക്കുന്ന പാടുന്ന എത്ര ഭംഗിയോടെ നടന്നിരുന്നവനായിരുന്നു. ആ ഒരുമ്പൊട്ടുകൾ എന്ന് അവൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നോ അന്ന് തീർന്നു പഠിപ്പും പാട്ടും ഒക്കെ. അതൊക്കെ മറന്ന് കളയടി. ഒന്നുമില്ലെങ്കിലും അവൾ പെറ്റു തന്നതല്ലേ തങ്കക്കുടം പോലെയുള്ള ഈ രണ്ടു മക്കളെ. ലേഖ പറഞ്ഞതിന് ഒരു ചിരിയോടെ വിലാസിനി മറുപടി പറഞ്ഞു, പെറ്റതിനെക്കുറിച്ചും വളർത്തിയതിനെക്കുറിച്ചും ഒന്നും പറയണ്ട, അവൾ പെറ്റെന്ന് മാത്രം പറഞ്ഞാൽ മതി. എങ്ങനെയൊക്കെയോ ആ ചെറുക്കൻ അതുങ്ങളെ വളർത്തി. ആ പെൺകൊച്ച് നീറ്റിലൊരു പൊട്ടു തൊടുന്നത് അമ്മ കണ്ടിട്ടുണ്ടോ? ഇവിടെ വന്ന ശേഷം അമ്മയും ഞാനും സ്ത്രീയും ഉൾപ്പെടെ എല്ലാവരും ചോദിച്ചപ്പോൾ അവൾ എന്താ പറഞ്ഞേ? അവൾക്ക് ഇഷ്ടമല്ലെന്ന്. അവൾക്കത് ശീലമില്ലമ്മ, അതാ കാര്യം. എന്നാലോ അവളെക്കാൾ 2 വയസ്സിന് ചെറിയ അമ്മൂട്ടിക്ക് അവൾ അതൊക്കെ ചെയ്തു കൊടുക്കും. ഇപ്പോഴും എൻ്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കുന്ന ഒരമ്മയുടെ വീട്ടിലേക്കാവണേ അവൾ വലതുകാൽ വെച്ച് കയറുന്നത്. ലേഖ മനസ്സ് നിറഞ്ഞൊരു പ്രാർത്ഥനയോടെ പറഞ്ഞു. അതൊരിക്കലും നടക്കാത്ത കാര്യമാണെന്ന് ലേഖ അന്നേരം അറിഞ്ഞിരുന്നില്ല എന്ന് മാത്രം. അതൊക്കെ കഴിഞ്ഞില്ലല്ലേ. ശ്രീകുട്ടി പെറ്റമ്മയെ പോലെ കരുതലും സ്നേഹം കൊടുത്തു തന്നെയല്ലേ ഇവരെ നോക്കുന്നത്. ഇപ്പോഴും അവൾ കഴിക്കും മുൻപ് മക്കൾ രണ്ടും കഴിച്ചെന്ന് അന്വേഷിച്ചിട്ടേ അവൾ കഴിക്കൂ. അങ്ങനെയുള്ള ഒരമ്മയെ ദൈവം അവർക്കായി കൊടുത്തില്ലേ. അത്രയും കാരുണ്യം ദൈവം അതങ്ങളോട് കാണിച്ചല്ലോ. ഇല്ലെങ്കിൽ ഈ മക്കളെയും കൊണ്ട് അവൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടുണ്ടായിരുന്നോ? വിലാസനയ്ക്ക് ഇപ്പോഴും മകനും കൊച്ചുമക്കളും അനുഭവിച്ചതൊക്കെ ഓർക്കുമ്പോൾ വല്ലാത്തൊരു നോവ് തന്നെയായിരുന്നു. അതൊക്കെ ശരിയാണമ്മേ, എങ്കിലും എൻ്റെ അമ്മൂട്ടി സ്പെഷ്യലായി എന്തെങ്കിലും ദൈവം കൊടുക്കും. അത്ര നല്ല കുഞ്ഞാണ് അവൾ. അതുപോലെ ചിലരുടെ വായിൽ വീഴുന്ന വാക്കുകൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒത്തിരി നോവിക്കും അമ്മേ. ആശ പറഞ്ഞ കാര്യങ്ങളും അമ്മൂട്ടി തന്നോട് പറഞ്ഞതുമൊക്കെ ഓർത്തപ്പോൾ പറയാതിരിക്കാനായില്ല ലേഖയ്ക്ക്. എനിക്കറിയാം മോളെ, ആശ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാകുമല്ലേ. അവൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ. അവളെ ചൊൽപ്പടിക്ക് നിന്നില്ലെങ്കിൽ സ്വന്തം മക്കളെ പോലും എന്തും പറയാൻ മടിക്കാത്തവളാണ്. അതുകൊണ്ട് തന്നെ പിള്ളേരോട് പറയണം അവൾക്കടുത്തേക്ക് പോകുകയോ വേണ്ടത്. വിലാസിനി കാര്യമായി പറഞ്ഞു. അല്ലമ്മേ, ശ്രീകുട്ടിയുടെ കല്യാണത്തിനോ അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടോ ഇങ്ങോട്ട് വന്നെന്ന് തിരിഞ്ഞു നോക്കാത്തവൾ ഇപ്പോൾ വന്നതിൽ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടാകുമോ? ലേഖ ആലോചനയോടെ തിരക്കി. അവളെ ദുരുദ്ദേശവും കൊണ്ട് രാഘവന്റെ വീട്ടുമുറ്റത്തെ നിൽക്കും. ഇങ്ങോട്ട് കയറി വരാൻ അവളൊന്ന് പേടിക്കും. പിന്നെ കുഞ്ഞിന്റെ പേര് വിളിയേ ശ്രീ അവിടെ നിൽക്കും. അന്ന് ചടങ്ങ് കഴിഞ്ഞാൽ അമ്മയും കുഞ്ഞിനെയും ഇങ്ങോട്ട് കൂട്ടും ഞാൻ. കടുത്ത മുഖത്തോടെ വിലാസിനി പറഞ്ഞു. 3 മാസം തിക്കാതെ അവളെയും കുഞ്ഞിനെയും കൊണ്ടുവരാൻ മാമി സമ്മതിക്കോ? അത് ഞാൻ പറയണ്ട, ശ്രീകുട്ടി തന്നെ പറഞ്ഞു. കുഞ്ഞിന്റെ പേരുകൾ കഴിഞ്ഞാൽ അന്ന് തന്നെ ഇങ്ങോട്ട് പോരുന്ന് രാഘവൻ ഇത് സമ്മതിക്കുകയും ചെയ്തു. ചെറുചേരിയോടെ വിലാസിനി പറഞ്ഞു. ആഹാരം കഴിച്ചിട്ട് ഉറങ്ങിയാൽ മതി അമ്മൂട്ടി. നീ ഇന്നലെയും രാത്രി ഒന്നും കഴിക്കാതെയാണ് കിടന്നത്. ദേ ആച്ചി ഇപ്പോൾ വരും. വന്നിട്ട് നമുക്ക് ചോറ് കഴിച്ചിട്ട് ഓടിപ്പോയി വാവിയെ കണ്ട് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് വന്ന് കിടക്കാമേ. ബുക്സൊക്കെ അടുക്കി പിറകി വെച്ചിട്ട് അമ്മൂട്ടി അച്ചുട്ടി കൊഞ്ചിച്ചുകൊണ്ട് പറയുന്ന കിളകെ വർത്തമാനം നിർത്തി വിലാസിനിയിലേക്കും. അച്ചയുടെ കുഞ്ഞു പെണ്ണുങ്ങൾ പഠിച്ചു കഴിഞ്ഞോ? കയ്യിലൊരു കവറുമായി കയറുവെന്ന ബാലു കവർ അച്ചുട്ടിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് തിരക്കി. അതൊക്കെ കഴിഞ്ഞല്ലോ. ഇത് പൊറോട്ടയാണ് ആച്ചേ. ചിക്കൻ ഫ്രൈ ഉണ്ടോ അതോ ബീഫോ? ചോദിച്ചുകൊണ്ട് ബാലുവിന്റെ കവളിൽ ഉമ്മ വെച്ചു അച്ചൂട്ടി. 2 ഉണ്ട്. അച്ചയുടെ മക്കൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ട്, വാ നമുക്ക് കഴിക്കണ്ടേ. ബാലു 2ആളുടെയും ഭാഗമൊക്കെ എടുത്ത് ടേബിൾ വെച്ചുകൊണ്ട് പറഞ്ഞു. അച്ചയുടെ വാവയുടെ പേരിൽ ചടങ്ങിന് എനിക്ക് പട്ടുപാവടയും ഉടുപ്പ് വേണം, നിറയെ മുല്ലപ്പൂ വേണം, പിന്നെ നല്ല സുന്ദരിയെ ഒരുങ്ങ വേണം. വിലാസിന് വിളമ്പിക്കൊടുത്ത പൊറോട്ടയും ബീഫ് ഫ്രൈയും കഴിക്കുമ്പോൾ അച്ചുട്ടി അച്ഛനോട് പറഞ്ഞു, അതൊക്കെ നമുക്ക് വാങ്ങാം. അമ്മൂട്ടിക്ക് എന്ത് ഡ്രസ്സാണ് വേണ്ടത്? പട്ടുപാവട മതിയോടാ. അച്ചുട്ടി പറയുന്നത് കേട്ട് ചിരിയോടെ ഇരിക്കുന്ന അമ്മൂട്ടിയോട് ചോദിച്ചു ബാലു. എനിക്ക് പുതിയതൊന്നും ഇപ്പോൾ എടുക്കണ്ട അച്ഛൻ. അന്ന് ദീപേച്ചി വാങ്ങിക്കൊണ്ടുവന്ന ഡ്രസ്സ് എനിക്ക് ഇച്ചിരി വലുതായതുകൊണ്ട് ഞാൻ ഇട്ടില്ല. ഇപ്പൊ അതെനിക്ക് പാകമാണ്, ഞാൻ അതിട്ടോളാം. അമ്മൂട്ടി പുഞ്ചിരിയോടെ പറഞ്ഞു. അത് മതിയോ? പുതിയതൊന്നും എടുക്കുന്നതല്ലേ മോളെ നല്ലത്? ബാലു വാത്സല്യത്തോടെ അവളോട് ചോദിച്ചു. വേണ്ടച്ചേ, അത് മതി, അതെനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഡ്രസ്സാണ്. അമ്മൂട്ടി പുഞ്ചിരിയോടെ പറഞ്ഞിട്ട് കഴിച്ച പാത്രവും എടുത്ത് അടുക്കളയിലേക്ക് നടന്നു. അമ്മൂട്ടി ചേച്ചി എന്താ പുതിയ ഡ്രസ്സ് വേണ്ടെന്ന് പറഞ്ഞേ? ഞാൻ കരുതിയത് ചേച്ചിക്കും എനിക്കും ഒരുപോലുള്ള പട്ടുപാവട വാങ്ങുന്ന. രാത്രി ചേച്ചിയെ ചുറ്റിപ്പിടിച്ച് കിടക്കുമ്പോൾ അച്ചുട്ടി തിരക്കി. എനിക്ക് പുതിയതായി ഒരു ഉടുപ്പ് ഇരിപ്പുണ്ടല്ലോ അച്ചുട്ടി, അതുകൊണ്ടാണ് വേറെ വേണ്ടെന്ന് പറഞ്ഞത്. അത് ദീപേച്ചി വാങ്ങി തന്നാലേ, അച്ഛ വാങ്ങിയതല്ലോ. അമ്മൂട്ടിയുടെ വയറിൽ കാലുയർത്തി വെച്ചുകൊണ്ട് അച്ചുട്ടി ചോദിച്ചു. ആര് വാങ്ങിച്ചാലും പുതിയ തന്നെയല്ലേ അച്ചുട്ടി?
അതല്ല, ഞാനിതുവരെ ആ ഡ്രസ്സ് ഇട്ടിട്ടുമില്ല. എനിക്കത് ഒത്തിരി ഇഷ്ടവുമാണ്. ഇപ്പോഴല്ലേ അത് പാകായത്, അതുകൊണ്ട് എനിക്കത് മതി. എന്റെ അച്ചൂട്ടി പെണ്ണ് പട്ട് പാവാടയും ഉടുപ്പും ഒക്കിയിട്ട് ചുന്തിരി മണിയും നിൽക്കുന്നത് കണ്ടാ മതി ഈ ചേച്ചി പെണ്ണിന്. അനിയത്തിക്ക് നേരെ തിരിഞ്ഞു കിടന്ന് അവളെ കെട്ടിപ്പിടിച്ച് കവളിൽ മുത്തിക്കൊണ്ട് അമ്മൂട്ടി പറഞ്ഞു, ഓ പിന്നെ ഒരു വലിയ ചേച്ചിപ്പെണ്ണ് വന്നിരിക്കുന്നു. കളിയാക്കി പറഞ്ഞിട്ട് അമ്മൂട്ടിയുടെ മുഖത്തേക്ക് നോക്കി പതുങ്ങി ചിരിച്ചു അച്ചൂട്ടി. പിന്നെ ചേച്ചിപ്പെണ്ണല്ലാതെ അച്ചൂട്ടിയുടെ കവളിൽ നുള്ളി വിട്ടു അമ്മൂട്ടി. അമ്മൂട്ടി ചേച്ചിന്റെ കവളൊക്കെ പോയി, ഇപ്പൊ കുഞ്ഞു മുഖമായി. ചേച്ചിക്കുട്ടിയുടെ കവളിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് അച്ചൂട്ടി പറഞ്ഞു, എന്റെ അച്ചൂട്ടി വളർന്ന് വലിയ പെണ്ണാകുമ്പോ ഈ കവളും കുറഞ്ഞ് നല്ല സുന്ദരി കുട്ടിയാകും. വാത്സല്യത്തോടെ അവളെ കവളിൽ തലോടി പറഞ്ഞിട്ട് അവളെ ചേർത്ത് പിടിച്ച് കിടന്ന് പുതുപ്പ് വലിച്ചു മൂടി അമ്മൂട്ടി. കുഞ്ഞിച്ചക്കൻ ഇച്ചിരി വലുതായാൽ നമ്മുടെ കൂടെ ഉറങ്ങാൻ വരും അല്ലേ അമ്മൂട്ടി ചേച്ചി? ഉറക്കം കണ്ണുകളെ തഴുകി തുടങ്ങിയ നേരം അച്ചൂട്ടിയുടെ ചോദ്യത്തിന് അമ്മൂട്ടി ഒന്ന് മൂടി. ചേച്ചിക്ക് ഉറക്കം വന്നെന്ന് മനസ്സിലായ അച്ചൂട്ടി പിന്നെ ഒന്നും മിണ്ടാതെ ചേച്ചിക്കുട്ടിയെ കെട്ടിപ്പിടിച്ച് കിടന്ന് കണ്ണുകൾ അടച്ചു. ഇതെന്താ, ഞങ്ങൾക്ക് എല്ലാവർക്കും പുതിയ ഡ്രസ്സ് എടുത്തിട്ട് കുഞ്ഞേട്ടനും അമ്മൂട്ടിക്കും മാത്രം എടുക്കാഞ്ഞത്? കാശ് കുറവായിട്ടാണോ കുഞ്ഞേട്ടാ? അമ്മൂട്ടിക്കും ബാലുവിനും ഒഴികെ ബാക്കിയുള്ളവർക്ക് ഡ്രസ്സ് എടുത്തതൊക്കെ നോക്കിയിട്ട് വല്ലായ്മയുടെ ശ്രീകുട്ടി അവനോട് തിരക്കി. അതൊന്നും അല്ല എൻ്റെ ശ്രീ, ഇതൊക്കെ ചെയ്യാമെങ്കിൽ പിന്നെ അതിന് കൂടെ 10,000 2,000 ചിലവാക്കാൻ എൻ്റെ കയ്യിലുണ്ടാവില്ലേ? മോൻ്റെ അടുത്ത് ചേർന്ന് കിടന്ന് അവൻ്റെ മണം ഉള്ളിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് ബാലു പറഞ്ഞു. പിന്നെന്താ നിങ്ങൾക്ക് 2 ഡ്രസ്സ് എടുക്കാത്തത്? കൂർത്ത നോട്ടത്തോടെ ശ്രീ തിരക്കി. അമ്മൂട്ടിക്ക് ദീപ വാങ്ങിക്കൊടുത്ത പുത്തൻ ഡ്രസ്സ് ഉള്ളത് കൊണ്ട് വേറെ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് നീ ഈ ഇടയ്ക്ക് വാങ്ങിത്തന്ന മെറൂൺ നിറമുള്ള ഷർട്ടും അതേ കരമുണ്ടും ഉണ്ടല്ലോ, നിന്റെ സെറ്റ് സാരിയുടെ കരയും അതേ നിറയില്ലേ, അപ്പോ ഞാൻ അത് ഇട്ടോളാം. ശ്രീകുട്ടിയുടെ കവിളുന്ന് നുള്ളി ചുവപ്പിച്ചിട്ട് അവൻ പറഞ്ഞു. എങ്കിലും എൻ്റെ കൊച്ചിനെങ്കിലും എടുക്കാമായിരുന്നു കുഞ്ഞേട്ടാ, എനിക്ക് എന്തോ വിഷമം തോന്നുന്നു. വാടിയ മുഖത്തോടെ ശ്രീ പറഞ്ഞു. എൻ്റെ ശ്രീ, നിനക്ക് അവളെ അറിയാത്തതാണോ? അവൾക്ക് അങ്ങനെ ഒന്നിനോടും ആഗ്രഹമോ വാശിയോ ഒന്നുമില്ല. എന്തെങ്കിലും വേണമെന്ന് അവൾ പറഞ്ഞാൽ അതവൾ അത്രമേൽ ആഗ്രഹിക്കുന്നതായിരിക്കും. നേരത്തെ ഒരു ചിരിയോടെ പറഞ്ഞിട്ട് ബാലു വീട്ടിലേക്ക് മലർന്നു കിടന്നു. അമ്മൂട്ടി കയ്യിലേക്ക് കിട്ടിയ നിമിഷം മുതൽ ഈ നിമിഷം വരെയുള്ള കാര്യങ്ങൾ ഒരു ഫ്രെയിമിൽ എന്ന പോലെ അവനോട് ഓടിക്കൊണ്ടിരുന്നു. എന്താണ് ഒരു കള്ളച്ചിരിയൊക്കെ? ബാലുവിന്റെ തലമുടിയിൽ നിന്ന് തലോടിക്കൊണ്ട് ശ്രീ തിരക്കി. അമ്മൂട്ടിയുടെ കുഞ്ഞിലുള്ള ഓരോ നിമിഷവും ഓർത്തു പോയതായിരുന്നു. അവളെ വയറ്റിൽ മുഖം ചേർത്ത് വെച്ചവൻ പറഞ്ഞു. അതെന്തേ ഇപ്പോ ഇങ്ങനെ ഓർക്കാൻ? അവന്റെ കവളിൽ കൈ ചേർത്ത് വെച്ച് അവൾ തിരക്കി. പ്രത്യേകിച്ച് ഒന്നുമില്ല ശ്രീ, എൻ്റെ കുഞ്ഞ് അവൾ കുഞ്ഞിലെ മുതലേ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഏതവസ്ഥയിലും പിടിച്ചു നിൽക്കാനുള്ള എൻ്റെ കുഞ്ഞിപ്പെണ്ണിന്റെ കഴിവും സ്വഭാവത്തിലെ പക്വതയുമൊക്കെ കാണുമ്പോൾ എനിക്ക് പോലും അത്ഭുതമാണ്. ആരുടെ സ്വഭാവമാണ് അവൾക്കെന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർക്കാറുണ്ട്. അതോ കുഞ്ഞേട്ടന് നിങ്ങളുടെ അച്ഛൻ പെങ്ങളെ ഓർമ്മയുണ്ടോ? 20-ാം വയസ്സിൽ മരിച്ചുപോയ ഉത്തരാപ്പച്ചി. അതുപോലെയാണ് അമ്മൂട്ടിയെ കാണാനും സ്വഭാവം എന്നാണ് അച്ഛമ്മയും അമ്മയും അമ്മായിയും ഒക്കെ പറയുന്നത്. ശ്രീകുട്ടി അവന്റെ നെറ്റിയിൽ ചുണ്ടെന്നമർത്തിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ കുഞ്ഞ് അതുപോലെ ആവണ്ട ശ്രീ. അവളിന്ന് സന്തോഷത്തോടെ സമാധാനത്തോടെ ദീർഘായുസ്സോടെ ഇരിക്കണം. എൻ്റെ കണ്ണടയും വരെയും എനിക്ക് അവളെ കാണണം. 20-ാം വയസ്സിൽ കഴുത്തിൽ താലി കെട്ടിയ പുരുഷന് നഷ്ടമായ വേദന താങ്ങാനാവാതെ ഒരു മുഴുവൻ കയറിൽ സ്വയം ജീവിതം അവസാനിപ്പിച്ച് പ്രിയപ്പെട്ടവനോടൊപ്പം പോയി ചേർന്ന് ഒത്തിരി ഓർക്കെ ഒരു പിടപ്പോടെ ശ്രീയുടെ മടിയിൽ മുഖം പൂഴ്ത്തി കിടന്ന് ബാലു പറഞ്ഞു. അയ്യേ, ഈ കുഞ്ഞേട്ടൻ അമ്മൂട്ടി കാണാൻ ആ അമ്മയെ പോലെയാണെന്ന് കരുതി, അല്ലെങ്കിൽ ആ പറഞ്ഞ സ്വഭാവമാണെന്ന് കരുതി എന്തിനാ വേണ്ടത്തെ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സ് നോവിക്കുന്നത്? നമ്മുടെ കുഞ്ഞ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് എപ്പോഴും അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ശ്രീ പറഞ്ഞു. എന്നാൽ ആ നേരം ശ്രീകുട്ടിയെ ബാലു അറിഞ്ഞിരുന്നില്ല. അവരുടെയൊക്കെ പ്രിയപ്പെട്ട അമ്മൂട്ടിക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടുത്താൻ തയ്യാറായി ഒരുവൻ കാത്തിരിപ്പുണ്ടെന്ന്. ആ ഒരുവന് വേണ്ടി സ്വന്തം ജീവൻ പോലും അവൾ നഷ്ടപ്പെടുത്താൻ മടിക്കില്ലെന്ന് അത്രയേറെ ആ ഒരുവൻ അവന്റെ സ്നേഹത്തിൽ പ്രണയത്തിൽ കരുതൽ അവളെ അടിമുടി മാറ്റിക്കളയുമെന്നോ. പിന്നെ ചക്കന്റെ പേര് വിളിക്ക് അധികം ദിവസമൊന്നുമില്ല. ചേച്ചി പെണ്ണുങ്ങളെ രണ്ടും കൂടെ പേരൊക്കെ കണ്ടുവച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. എന്ത് പേരാണെന്ന് ചോദിച്ചിട്ട് രണ്ടാളും പറഞ്ഞിട്ടില്ല. കുഞ്ഞേട്ടന് എന്തേലും ഐഡിയ ഉണ്ടോ അതേപ്പറ്റി? പറഞ്ഞ കാര്യങ്ങളിൽ അവന്റെ മനസ്സിന്ന് ഉറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലായ ശ്രീ വിഷയം മാറ്റാൻ എന്നപോലെ ചോദിച്ചു. ഒരു ഐഡിയ ഇല്ല. പിന്നെ എന്റെ പിള്ളേരെ ഏറ്റിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ നല്ല ഭംഗിയായി ചെയ്യും. അവിടെ ചെക്കന് നല്ലൊരു പേര് അവർ കണ്ടുവച്ചിട്ടുണ്ടാകും. എന്റെ ശ്രീയെ. സ്ത്രീയുടെ മൂക്കിൻ തുമ്പിൽ നുള്ളി വിട്ടുകൊണ്ട് അല്പം മുൻപ് തോന്നിയ നോവിൽ നിന്നും പുറത്തു വന്ന ബാലു പറഞ്ഞു. എന്തായാലും 2 ദിവസങ്ങൾ ക്ഷമിക്കുക, അത് കഴിഞ്ഞാൽ അറിയാലോ. ചേച്ചി പെണ്ണുങ്ങൾ എന്റെ കുഞ്ഞിന് കണ്ടുപിടിച്ച പേര്. കുഞ്ഞിന്റെ കവളിൽ മൃദുവായി ചുണ്ട് ചേർത്തുകൊണ്ട് ബാലു പറഞ്ഞു. ചടങ്ങിന് മിച്ചം വരുമോ ശ്രീ? നിന്നെ അവൻ വിളിച്ചിരുന്നോ? വീട്ടിലേക്ക് പോകാൻ തുടങ്ങുന്നതിനിടയിൽ പെടുന്നോർത്ത പോലെ ബാലു തിരക്കി. അറിയില്ല കുഞ്ഞേട്ടാ, ഒന്നും പറഞ്ഞില്ല. അവൻ ലീവ് കിട്ടിയാ വരും. ചിണങ്ങി തുടങ്ങിയ കുഞ്ഞിന് അമർദൂട്ടിക്കൊണ്ട് ശ്രീകുട്ടി പറഞ്ഞു. ഇന്നാണ് കുഞ്ഞിച്ചക്കന്റെ പേരിൽ ചടങ്ങ്. രാവിലെ തന്നെ ലേഖച്ചക്കനെ കുളിപ്പിച്ച് സ്വന്തനാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ അമ്മൂട്ടിയും അവളെ പുതിയ ഡ്രസ്സിട്ട് ഒരുങ്ങിയപ്പം അച്ചൂട്ടിയെ നല്ല ഭംഗിയാക്കി ഒരുക്കി വിട്ടു അമ്മൂട്ടി. ശ്രീകുട്ടി സെറ്റ് സാരി കൊടുത്ത് പൂവ് ചൂടി വന്നു. ബാലുവും റെഡിയായി വന്നതോടെ ചടങ്ങിനുള്ള വട്ടം കൊട്ടൽ തുടങ്ങി.
അമ്മൂട്ടി ചേച്ചി കുഞ്ഞിന് പൊട്ട് തൊടടാ. എനിക്ക് ചേച്ചിക്കുട്ടി പൊട്ട് തൊട്ട് കാണാൻ കൊതിയായിട്ടാണ്. അച്ചുട്ടി ആഗ്രഹത്തോടെ ചോദിച്ചിട്ട് അമ്മൂട്ടിയെ നോക്കി. വേണ്ടടാ, ചേച്ചിക്കുട്ടിക്ക് അതെന്തോ പോലെയാണ്. അമ്മൂട്ടി മടിയോടെ പറഞ്ഞു. ഇന്ന് മാത്രം മതി ചേച്ചി, പിന്നെ ഞാൻ പറയേയില്ല, പ്ലീസ് അമ്മൂട്ടി ചേച്ചി. അമ്മൂട്ടിയെ കെട്ടിപ്പിടർന്ന് കവിൾ ഉമ്മ വെച്ചുകൊണ്ട് അച്ചൂട്ടി പറഞ്ഞു. ആണോ? അമ്മൂട്ടി മടിയോടെ അനിയത്തിയെ നോക്കി. വേണം വേണം, ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ കുട്ടിയുടെ നെറ്റിയിൽ ഒരു പൊട്ട് തൊട്ട് കണ്ണിലിത്തിരി കൺമഷി എഴുതിയൊക്കെ കാണാൻ. അതുപോലെ ദേ കുഞ്ഞിനും ചേച്ചി പെണ്ണെ അങ്ങനെ കാണാനാണ് ഇഷ്ടം, അല്ലടാ? റെഡിയായി കഴിഞ്ഞ് അങ്ങോട്ടായിട്ട് വന്ന ശ്രീകുട്ടി രണ്ടാളുടെയും വർത്തമാനം കേട്ട് സന്തോഷത്തോടെ കുഞ്ഞിച്ചക്കനെ അവൾക്ക് മുന്നിൽ നീട്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് ശീലമില്ലാഞ്ഞിട്ടാണമ്മേ. അമ്മൂട്ടി ഒരു ചമ്രള സ്ത്രീയെ നോക്കി പറഞ്ഞു. ഒരു പൊട്ട് തൊടുന്നതിന് എന്തിനാ ചമ്മൽ? അമ്മയോടും ഈ പിള്ളേരോടും ഇഷ്ടമുണ്ടെങ്കിൽ എന്റെ അമ്മൂട്ടി പൊട്ട് തൊടും, കണ്ണു എഴുതും. അച്ചൂട്ടിയെ നോക്കി കണ്ണിറക്കി കാണിച്ചിട്ട് സ്ത്രീ പറഞ്ഞു. എന്തിനാ എന്റെ അമ്മൂട്ടി ചേച്ചിനെ മടിക്കുന്നത്? ഇതാ ഈ കല്ല് പൊട്ട് അങ്ങ് വെച്ചാൽ മതിനെ. പിന്നെ ഇച്ചിരി കൺമഷി എടുത്ത് ഈ 2 വരി ഉണ്ടക്കണ്ണിൽ അങ്ങോട്ട് എഴുതിക്കേ, ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നിരിക്കും, അതൊക്കെ ഞാൻ ചെയ്തു തരില്ലേ? അമ്മൂട്ടി പിടിച്ച് കസാലിൽ ഇരുത്തിയിട്ട് അച്ചൂട്ടി കൺമഷി കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു. അച്ചൂട്ടി, എന്തിനാ ചേച്ചിയെ നിർബന്ധിക്കുന്നത്? വിട്ടെ അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതൊക്കെ അവിടുത്തെ വർണ്ണമാരം കേട്ടു എന്ന് നോക്കിയാ ബാലു അച്ചൂട്ടി അമ്മൂട്ടിയുടെ ബലമായി പിടിച്ച് കസരെത്തിയത് കാണേ അല്പം ഒച്ചയിൽ പറഞ്ഞു. അമ്മൂട്ടി ചേച്ചിക്ക് ഒരു പൊട്ടു തരാൻ വേണ്ടിയാണ് അച്ഛേ. അച്ഛന്റെ ഒച്ച ഉയർന്നതോടെ ചേച്ചിയുടെ കൈവിട്ട് വാടിയ മുഖത്തോടെ അച്ചൂട്ടി പറഞ്ഞു. ചേച്ചിക്ക് ഇഷ്ടമല്ലെന്ന് അച്ചൂട്ടിക്ക് അറിയില്ലേ? സ്ത്രീ ഒന്ന് നോക്കിയിട്ട് ബാലു മോളോട് തിരക്കി. സാരയില്ല അച്ഛേ, ഇന്നൊരു ദിവസം പൊട്ടു തൊട്ടോളാം. കുഞ്ഞിന്റെ ജീവിതത്തിലെ ആദ്യത്തെ സന്തോഷ ദിവസമല്ലേ, അതിന്റെ ഓർമ്മയ്ക്ക് ഇന്ന് ഞാൻ പൊട്ടു തൊട്ടോളാം. അച്ഛയുടെ കൈ പിടിച്ച് കുഞ്ഞൊരു ചിരിയോടെ അമ്മൂട്ടി പറഞ്ഞു. നിനക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം മതി. അവളെ തലയിൽ തഴുകിക്കൊണ്ട് ബാലു പറഞ്ഞു. ഇന്ന് ഇഷ്ടമാണ്. അച്ഛൻ ഇനി അമ്മയെ കൂടെ വഴക്ക് പറയുമോ എന്നൊരു ഭയത്തിൽ അമ്മൂട്ടി പെട്ടെന്ന് പറഞ്ഞു. എന്നാ പൊട്ടു തൊട്, കണ്ണെഴുതി സുന്ദരിക്കുട്ടിയായിട്ട് വായു, അച്ഛ കാണട്ടെ. മക്കളെ രണ്ടാളെയും നോക്കി സന്തോഷത്തോടെ ബാലു പറഞ്ഞിട്ട് സ്ത്രീയും കുട്ടി മുറിയിൽ നിന്നും ഇറങ്ങി അവൻ. അച്ഛൻ നോക്കിയേ, എന്റെ അമ്മൂട്ടി ചേച്ചി പൊട്ടു തൊട്ട് കണ്ടോ? അമ്മൂട്ടിയുടെ കയ്യിൽ പിടിച്ച് ഉമ്മറത്തേക്ക് വന്ന അച്ചൂട്ടി ആഹ്ലാദത്തോടെ വിളിച്ചു പറഞ്ഞു. അച്ഛയ്ക്കും അമ്മയ്ക്കും ഒക്കെ സന്തോഷമായി കേട്ടോ. അച്ചയുടെ കുഞ്ഞ് ഒരു കുഞ്ഞി പൊട്ടെങ്കിലും തൊട്ട് കണ്ടല്ലോ. സന്തോഷത്തോടെ അവളെ ചേർത്തി പിടിച്ച് നിറകിൽ ചുണ്ട് ചേർത്ത് പറയുമ്പോൾ ബാലുവിന്റെ കണ്ണുകൾ കലങ്ങിപ്പോയി. ദേ കുഞ്ഞിനെ പേര് വിളിക്കാനുള്ള സമയമായി വരുന്നില്ലേ പിള്ളേരെ നിങ്ങൾ? മുറ്റത്തു നിന്നും വിലാസിനെ വിളിച്ചു ചോദിച്ചു. ദാ വരുന്നു അച്ഛമ്മേ. പറയുന്നതിനൊപ്പം അച്ചൂട്ടി ഓടി അവർക്ക് അടുത്തെത്തി. പിന്നേറെ ചെക്കനുമായി ബാലുവും ശ്രീയും അവർക്കൊപ്പം അമ്മൂട്ടിയും. അച്ഛമ്മേ, ചേച്ചി നോക്കിക്കേ, സുന്ദരിയായിട്ടില്ലേ? ഞാൻ ഒരുക്കിയതാണ്. വിലാസിനിയുടെ കയ്യിൽ തൂങ്ങി നിന്ന് രഹസ്യമായി പറഞ്ഞു അച്ചൂട്ടി. ശരിക്കും പൊട്ടുതരാൻ അവൾ സമ്മതിച്ചോ? വിലാസിനി വിശ്വാസമില്ലാത്ത പോലെ തിരക്കി. ഓവന്നേ, ഇന്നൊരു ദിവസത്തേക്ക് സമ്മതിച്ചതാണ്. എന്താ ഇവിടെ? അച്ഛമ്മയും കൊച്ചുമോളും ചേർന്ന് രഹസ്യം പറച്ചിൽ. അവരുടെ പിന്നിൽ നിന്ന് ലേഖ തിരക്കി. അമ്മൂട്ടിക്ക് പൊട്ടു തൊട്ടത് അത് പറഞ്ഞതാണ്. അടുത്തു വന്ന അമ്മൂട്ടി ചേർത്ത് പിടിച്ച് വിലാസിനെ പറഞ്ഞു. അമ്മ നോക്കിക്കോ, ഇവളെ ഇപ്പോഴും മണിയിച്ചൊരുക്കി ഒരു രാജകുമാരി പോലെ കൊണ്ടു നടക്കുന്ന ഒരു ഭർത്താവിനെയാവും അമ്മൂട്ടിക്ക് കിട്ടുക. അവളുടെ കവളിൽ കൈ ചേർത്ത് വെച്ച് ലേഖ പറഞ്ഞിട്ട് അവൾ തിരിഞ്ഞ് വീടിനുള്ളിലേക്ക് കയറിപ്പോയി. ഒരു മിന്നൽ പോലെ വിച്ചന മുഖം അവൾക്കുള്ളിൽ തെളിഞ്ഞു മാഞ്ഞുപോയി. അവളൊരു ഞെട്ടലോടെ കണ്ണുകളൊന്ന് അടച്ചു തുറന്നു. അമ്മൂട്ടി, എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? ഇന്ന് വന്നേ. മുറ്റത്ത് ആലോചനയോടെ നിന്നു പോയ പെണ്ണിയെ ശ്രീകുട്ടി വിളിച്ചു. മനസ്സിൽ തോന്നിയ പൊട്ട ചിന്തകളൊക്കെ മറവിക്ക് വിട്ടുകൊടുത്ത് അമ്മൂട്ടി ഓടി വന്ന് ശ്രീകുട്ടിയുടെ അടുത്തിരുന്നു. ബാലുകുഞ്ഞിന് കറുത്ത ചരടാണ് ആദ്യം കിട്ടിയത്. പിന്നെ സ്വർണത്തിന്റെ അരഞ്ഞാണവും കാൽത്തളയും ഇടുമ്പോൾ രാഗിനി ഒരു മാല അണിയിച്ചു. അതുപോലെ വിലാസിനി വളയും ലേഖ ഒരു കൈച്ചേനും ഇട്ടപ്പോൾ ശ്രീകുമാറും ഒരു വള ഇണയിച്ചു കൊടുത്തു കുഞ്ഞിച്ചക്കന്. ഇത് ഞങ്ങളെ കുഞ്ഞിച്ചെറുക്കന് ചേച്ചിമാരുടെ കുഞ്ഞു സമ്മാനം. വർണ്ണക്കടലാസിൽ മനോഹരമായി പൊതിഞ്ഞ അത്യാവശ്യം വലിയ ഒരു ബോക്സ് ലേഖയുടെ കയ്യിൽ നിന്നും വാങ്ങി അച്ഛയുടെ അടുത്തേക്ക് വെച്ചിട്ട് അനിയൻകുട്ടന്റെ കൈ പിടിച്ച് അതിൽ തൊടുവിച്ചു അച്ചൂട്ടി. ഇതൊക്കെ എന്താ? എപ്പോ വാങ്ങി? അത്ഭുതത്തോടെ ശ്രീകുട്ടി മക്കളോട് തിരക്കി. കുറെ കുഞ്ഞുടുപ്പുകളാണ്. ഇന്നലെ ലേഖ അപ്പയുടെ കൂടെ പോയി വാങ്ങി. അമ്മൂട്ടി ചെറു ചിരിയോടെ പറഞ്ഞു. അതൊക്കെ പിന്നെ ചോദിക്കാം, പേര് വിളിച്ച വാവേ. ബാലു അമ്മൂട്ടിയുടെ മടിയിലേക്ക് കുഞ്ഞിനെ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു. അമ്മൂട്ടി കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അച്ചൂട്ടിയെ നോക്കി. വിളിക്ക് ചേച്ചി. അച്ചൂട്ടി അനുവാദം കൊടുത്തതും അമ്മൂട്ടി കുഞ്ഞിനെ ചെവിയിൽ ചുണ്ട് ചേർത്ത് മെല്ലെ വിളിച്ചു. ആരവ്? ഞങ്ങളെ അരൂട്ടൻ. അവന്റെ കുഞ്ഞു നെറ്റിയിൽ മൃദുവായി ചുണ്ട് ചേർത്തുകൊണ്ട് നിറഞ്ഞ ചിരിയോടെ അമ്മൂട്ടി പറഞ്ഞു കേട്ട് അതിലും വിടർന്നൊരു ചിരിയോടെ അവളിൽ മാത്രം മിഴികൾ നാട്ടി. അവളെ മാത്രം ആ കണ്ണുകളുടെയും ഹൃദയത്തിലും നിറച്ചൊരുവൻ ആ മുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു. വിച, നീ എന്താടാ മുറ്റത്ത് തന്നെ നിൽക്കുന്നേ? കയറുവാടാ. അതുവരെ അമ്മൂട്ടി മാത്രം കണ്ണിൽ നിറച്ചു നിന്നവൻ ബാലു വിളിക്കുന്നത് കേൾക്കെ കയ്യിലിരുന്ന ബാഗിൽ നിന്നും ഒരു കവർ എടുത്തിട്ട് ബാഗ് ഉമ്മർത്തൊരു സൈഡിൽ മാറ്റി വെച്ചവൻ വിച്ചനകത്തേക്ക് കയറി വന്നു. ഇന്നലെ രാത്രി കൂടെ വരാൻ പറ്റില്ല, ലീവില്ലെന്ന് പറഞ്ഞവൻ ഇന്ന് രാവിലെ മുന്നിൽ വന്ന് നിൽക്കുന്ന കാണേ തിരക്കിൽ നിന്ന് അല്പം മാറുന്ന ആശ പല്ല് കടിച്ച് പിടിച്ച് ദേഷ്യം നിയന്ത്രിച്ചു. ഇതെന്റെ കുഞ്ഞിച്ചക്കന് കൊടുത്തേക്കണേ.
കവർ ശ്രീകുട്ടിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് അമ്മൂട്ടിയുടെ മടിയിലിരുന്ന ചെക്കന്റെ കവിളുന്ന് തൊട്ടു അവൻ. എന്റെ അമ്മൂട്ടി ചേച്ചിയുടെ അരുകൂട്ടൻ മനസ്സിൽ പറഞ്ഞിട്ട് കുഞ്ഞിനെ വാരിയെടുത്ത് നെഞ്ചോരം ചേർക്കുമ്പോൾ വിച്ചന്റെ ചുണ്ടിൽ ഭംഗിയുള്ളൊരു ചിരി വിരിഞ്ഞു.